പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാക്ഷസൻ ഭൂമിയിലേക്ക് വരുന്നു. പക്ഷെ അവന് വേണ്ട രണ്ട് കണ്ണുകളാണെങ്കിലോ ഭൂമിയുടെ രണ്ട് ഭാഗത്തായിരുന്നു. അതവൻ വീണ്ടെടുത്ത് ഈ ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2021 ഇറങ്ങിയ ദ എയ്ത്ത് നൈറ്റ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ പണ്ട് നടന്നൊരു മിത്താണ് കാണിക്കുന്നത്. അതായത് 2500 വർഷം മുമ്പ് നടന്നൊരു മിത്ത്. സാത്താൻ നരകത്തിൻ്റെ വാതിൽ തുറന്ന് ഭൂമിയിലേക്ക് വരും. അപ്പോഴാണ് ബുദ്ധൻ അതിൻ്റെ രണ്ട് കണ്ണുകളും പറിച്ചെടുക്കുന്നത്. ഒരു ചുമന്ന കണ്ണും മറ്റൊന്ന് കറുത്ത കണ്ണും. അങ്ങനെ ബുദ്ധൻ ആ കറുത്ത കണ്ണിനെ പിടിച്ച് പെട്ടിയിലടയ്ക്കും. ചുമന്ന കണ്ണാണെങ്കിലോ പല ആളുകളിലൂടെ കയറി എല്ലാവരെയും കൊന്നൊടുക്കും. അങ്ങനെ 7-ാം ദിവസം അതിന് പിടികിട്ടും കറുത്ത കണ്ണില്ലാതെ അതിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അങ്ങനെ ബുദ്ധൻ ചുമന്ന കണ്ണിനെയും പിടിച്ചൊരു പെട്ടിയിലടയ്ക്കും. പിന്നീട് രണ്ടിനെയും രണ്ട് ദിശയിൽ കുഴിച്ചിടും. ഒന്ന് പടിഞ്ഞാറും മറ്റൊന്ന് കിഴക്കിലും. ഈ രണ്ട് കണ്ണുകൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. അഥവാ ഒന്നിച്ചാലോ അന്ന് ഭൂമിയുടെ അവസാനമായിരിക്കുമെന്ന് ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് പറയും. പിന്നീട് കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 2004 ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള കിമ്മിനെ കാണിക്കും. ഞാനത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് കിങ് ഒരു മരുഭൂമിയിലേക്ക് പോകും. അവിടെ ചെന്ന പുള്ളി ഒരു കുഴി മാന്തും. നോക്കുമ്പോഴോ അതിനകത്ത് മന്ത്രങ്ങളുള്ളൊരു തടിയും അതോടൊപ്പം തന്നെ ആ പെട്ടിയും ഉണ്ടായിരുന്നു. അതായത് ബുദ്ധൻ കണ്ണൊളിപ്പിച്ച് വെച്ച ആ പെട്ടി. ഇതറിഞ്ഞ കിം നല്ല ഹാപ്പിയാകും. പക്ഷെ ആ സന്തോഷം ഒരുപാട് കാലം നിലനിൽക്കില്ല. കാരണം അവൻ കണ്ടുപിടിച്ച ആ കണ്ണിന് 2500 വർഷമൊന്നും പഴക്കമില്ല. അത് വെറും ഉടായിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പത്രങ്ങളിൽ വരും. അതോടെ അവൻ കണ്ടുപിടിച്ച എല്ലാ സന്തോഷങ്ങളും തകരും. പിന്നീട് കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. കിം തൻ്റെ വാർത്തകളൊക്കെ വന്ന പത്രങ്ങളെല്ലാം കത്തിച്ച് കളയും. ഈ ആളുകളെല്ലാം മണ്ടന്മാരാണ്, ഇവരെ എല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് കിം ഫ്രിഡ്ജ് തുറന്ന് കുറേ ബ്ലഡ് സാമ്പിളുകൾ എടുക്കും. പിന്നീട് ആ തടിയിലുണ്ടായിരുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ട് കിം 6 സാമ്പിളുകളും ഒഴിക്കും. 7-മതായോ അവൻ്റെ രക്തവും ഒഴിക്കും. പക്ഷേ ഇതൊന്നും വർക്കാകുന്നില്ലായിരുന്നു. ഇതറിഞ്ഞ പുള്ളിക്ക് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരും. പുള്ളി കത്തിയെടുത്ത് സ്വയം ആത്മഹത്യ ചെയ്യാനായി നോക്കും. എന്നാൽ ആ ഒരു ടൈമിലാണ് രക്തത്തിൽ നിന്ന് ആ ചുമന്ന കണ്ണ് പുറത്തേക്ക് വരുന്നത്. ആ കണ്ണ് പതിയെ പതിയെ കിമ്മിൻ്റെ അടുത്തേക്ക് വരും. ഇത് കണ്ട കിമ്മിന് അത്ഭുതമാകും. അവൻ കത്തിയുമായി ആ കണ്ണിൻ്റെ അടുത്തേക്ക് പോകും. ഈ ഒരു ടൈമിലെല്ലാം ആ കണ്ണ് കിമ്മിനെ തുറിച്ച് നോക്കുന്നുമുണ്ടായിരുന്നു. ഇതോടെ ഈ സീൻ കട്ടാകും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു കിഴക്ക് ഭാഗത്തുള്ള ബുദ്ധ സന്യാസിയാണ്. ഇദ്ദേഹം പുറത്തുള്ള ചന്ദ്രഗ്രഹണമൊക്കെ നോക്കിക്കൊണ്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്തിരിക്കും. ആ പ്രതിമയുടെ അടിയിലാണ് മറ്റേ കറുത്ത കണ്ണുള്ളത്. അങ്ങനെ ഇദ്ദേഹം ആ കറുത്ത കണ്ണിനെ നോക്കിയിരിക്കുന്നതായി കാണിക്കും. അതോടെ ആ സീനും കട്ടാകും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പണിയെടുക്കുന്ന കുറേ ആൾക്കാരെയാണ്. അവിടെയാണ് ഹീറോ ആയിട്ടുള്ള പാർക്കിനെ കാണിക്കുന്നത്. പാർക്ക് പണ്ട് ആ സന്യാസിയുടെ അടുത്തായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അവൻ അവിടുന്ന് പോരുകയും ചെയ്യും. പിന്നീടാണ് നമ്മളെ ചിയോങ്ങിനെ കാണിക്കുന്നത്. ചിയോങ് ആ ബുദ്ധ സന്യാസിയുടെ ശിഷ്യനായിരുന്നു. ഇവൻ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. ആ ടൈമിലാണ് അദ്ദേഹം രക്തം ഛർദ്ദിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടുണ്ട്, വയ്യാതായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കിവിടുന്ന് പിടികിട്ടും. ചിയോങ് 2 വർഷമായി മിണ്ടുന്നില്ല. കാരണം അവൻ 2 വർഷമായി മൗനവ്രതത്തിലാണ്. ഇനി എന്നാണ് അവന് മിണ്ടാൻ കഴിയുക എന്നൊക്കെ അവൻ സന്യാസിയോട് ചോദിക്കും. ഇത് കേട്ട അദ്ദേഹം പറയും, ഞാൻ പറയുന്നത് വരെ നീ വ്രതം തുടരണമെന്ന്. പിന്നീട് അദ്ദേഹം അവനെ വിളിച്ചുകൊണ്ട് ബുദ്ധൻ്റെ പ്രതിമ ഇരിക്കുന്ന റൂമിലേക്ക് പോകും. അവിടെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ട ചിയോങ് ചോദിക്കും, ഇതൊക്കെ എന്താണെന്ന്. ഇത് കേട്ട അദ്ദേഹം രാക്ഷസൻ വന്നതും ബുദ്ധൻ ആ കണ്ണുകളെ പെട്ടിയിലാക്കിയതുമായുള്ള കഥകളൊക്കെ പറയും. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ആ ചുമന്ന കണ്ണ് വെളിയിൽ വന്നെന്നും പറയും. അതോടൊപ്പം തന്നെ പഴയതുപോലെ പല ദിവസങ്ങളിൽ അത് പല ആളുകളുടെ മേത്ത് കയറി എല്ലാവരെയും കൊന്നൊടുക്കും. 8-മത്തെ ദിവസം ചുമന്ന കണ്ണ് കറുത്ത കണ്ണുമായിട്ട് യോജിക്കുകയാണെങ്കിലോ അന്ന് ഈ ഭൂമിയുടെ അവസാനമായിരിക്കുമെന്നും അദ്ദേഹം പറയും. പല ആളുകളുടെ മേത്ത് കയറുന്നതിന് സ്റ്റെപ്പിംഗ് സോൺ എന്നാണ് പറയാറ്. ഈ സോണിൽ വെച്ചാണ് അതിനെ നശിപ്പിക്കാനും കഴിയുക. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഒരാളുണ്ടെന്നും അദ്ദേഹം ജിയോങ്ങിനോട് പറയും. പിന്നീട് നമ്മൾ കാണുന്നത് ഒരാൾ കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ്. പുള്ളി വേട്ടയാടിയ മുയലിനെ എടുക്കാനായി ചെല്ലും. ആ ടൈമിൽ തന്നെ അടുത്തെന്തോ ശബ്ദം കേൾക്കും. ഇത് കേട്ട് അയാൾ അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴോ പുള്ളിയുടെ പുറകിലെ ഒരു കയ്യും വരും. ഇതോടെ ഈ സീൻ കട്ടാകും. ശേഷം നമ്മൾ കാണുന്നത് ഒരു ലേഡിയും പയ്യനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ലേഡിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി മെഡിറ്റേഷനും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ഒരിക്കൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പ്രൊഫസർ വന്ന് ഇവരുടെ എല്ലാം ബ്ലഡ് സാമ്പിൾ എടുത്തെന്നും പുള്ളിക്കാരി പറയും. ആ ബ്ലഡ് സാമ്പിളാണ് ചുമന്ന കണ്ണ് പുറത്തെടുക്കാൻ വേണ്ടി കിം ആദ്യം ഒഴിക്കുന്നതായി നമ്മൾ കണ്ടത്. ഈ ഒരു ടൈമിൽ തന്നെ ആ വേട്ടക്കാരൻ ഇവരുടെ ഹോട്ടലിന് വെളിയിൽ വരും. പുള്ളി അവിടുന്ന് മുയലുമായി അകത്തേക്കും കയറും. പുള്ളിയുടെ കണ്ണ് കാണുമ്പോൾ തന്നെ പേടി വരുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്.
പുള്ളി ആ മുയലുമായി ലേഡിയുടെ റൂമിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് രണ്ടുപേരും നോക്കി നിൽക്കുന്നതായി നമ്മളെ കാണിക്കും. അങ്ങനെ ഈ സിനിമ ഇവിടെ വെച്ച് കട്ടാകും. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ചിയോങ് എഴുന്നേൽക്കുന്നതാണ്. നോക്കുമ്പോഴോ അവൻ്റെ ഗുരു ഡെഡായി കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത കറുത്ത കണ്ണുള്ള പെട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ചിയോങ് ഇന്നലെ അദ്ദേഹം തന്ന അഡ്രസ്സുമായിട്ട് അദ്ദേഹം പറഞ്ഞ ആളെ കാണാനായി പോകും. നോക്കുമ്പോഴോ അത് വേറെ ആരുമല്ല, തുടക്കം കണ്ട പാർക്ക് തന്നെയായിരുന്നു. പിന്നീട് ഒരു പോലീസുകാരൻ ആ കൊലപാതകം നടന്ന ഹോട്ടലിലേക്ക് വരും. നോക്കുമ്പോഴോ അവിടെ രക്തത്തിൽ കുളിച്ച ഒരാൾ കിടപ്പുണ്ടായിരുന്നു. അത് ആ ലേഡിയുടെ കൂടെയുള്ള പയ്യനായിരുന്നു. ഒരു ലേഡി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കണ്ടെന്നും അവിടെയുള്ള കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ വേട്ടക്കാരൻ്റെ ബോഡിയും അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അത് വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നതും. അടുത്ത സീനിൽ കാണിക്കുന്നത് ചിയോങ് ആ അഡ്രസ്സും തപ്പിക്കൊണ്ട് അവിടെ മുഴുവൻ നടക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പം അവൻ അവിടെ വന്നിരിക്കുകയും ചെയ്യും. ആ ടൈമിൽ തന്നെ ആ അഡ്രസ്സ് അവൻ്റെ കയ്യിൽ നിന്ന് പറന്നു പോകും. ഇത് പിടിക്കാനായി ചിയോങ് പോകുമ്പോഴോ അവൻ്റെ ബാഗ് അവിടുന്ന് കാണാതെയും പോകും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ചിയോങ് അവിടെ നിൽക്കുമ്പോഴാണ് ആൺകൂട്ടത്തിൻ്റെ ഇടയിൽ ഇവനൊരു പെണ്ണിനെ കാണുന്നത്. പാർക്കാണെങ്കിലോ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ശേഷം അവൻ്റെ നായ്ക്ക് വേണ്ടിയുള്ള ഫുഡ് കൂടി വാങ്ങും. ചിയോങ് ആണെങ്കിലോ ഇവിടെ അവൻ്റെ കയ്യിൽ കാശ് പോലും ഇല്ലാതെ പാർക്കിൻ്റെ അഡ്രസ്സ് തപ്പിക്കൊണ്ട് നടക്കും. അങ്ങനെ രാത്രിയാകുമ്പം എങ്ങനെയൊക്കെ അവൻ പാർക്കിനെ കണ്ടുമുട്ടുകയും ചെയ്യും. അങ്ങനെ ചിയോങ് ബുദ്ധസന്യാസിയുടെ കാര്യവും ആ ചുമന്ന കണ്ണു പുറത്തു വന്നെന്നുള്ള വാർത്തയും എല്ലാം പേപ്പറിൽ എഴുതി പാർക്കിനെ കാണിക്കും. ഇത് കണ്ട പാർക്ക് നല്ല വിഷമത്തോടെ ചിയോങ്ങിനെ നോക്കുകയും ചെയ്യും. പാർക്ക് അവിടുന്ന് പോയതിനു ശേഷം ചിയോങ് നായ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഫുഡ് കൊതിയോടെ നോക്കുന്നതായിട്ട് കാണിക്കും. ആ സീൻ കട്ട് ചെയ്താൽ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു ഡെലിവറി ബോയ് ടണലിനടിയിൽ കൂടി പോകുന്നതാണ്. ആ ടൈമിലാണ് അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നത് കാണുന്നത്. ഇത് കണ്ട അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. അവൾ എന്തോ ഒരു പന്തുകേടോട് കൂടിയായിരുന്നു നിന്നത്. ഇവൻ ചോദിക്കും എന്തു പറ്റി, എല്ലാം ഓക്കെയല്ലേ എന്ന്. ഇത് കേട്ട അവളാണെങ്കിലോ ഇവനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കും. പിന്നീട് ഇവനെ മണത്തതിന് ശേഷം ഇവൻ്റെ ദേഹത്തേക്ക് ചാടി കയറുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു വീടാണ്. അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നതായിട്ടും കാണിക്കും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡെലിവറി ബോയ് വരുന്നത്. ഇവനെ കണ്ട ഇവളാണെങ്കിലോ ഒരു പാത്രത്തിൽ രക്തം കലർന്ന വെള്ളം കൊണ്ടുവെക്കും. ആ ഒരു ടൈമിലാണ് ഡെലിവറി ബോയ് ഡോറിനിടയിൽ കൂടി ചെവി വെച്ച് കേൾക്കുകയും അവൻ്റെ നെറ്റിയിലുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുകയും അതോടൊപ്പം തന്നെ മൂക്കുകൊണ്ട് മണക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആളിതല്ല എന്ന് പിടികിട്ടിയതിന് ശേഷം അവൻ അവിടുന്ന് പോകുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നായ്ക്ക് കൊണ്ടുവന്ന ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്ന ചിയോങ്ങിനെയാണ്. രാത്രി ഉറങ്ങുന്ന ടൈമിൽ ആ സന്യാസി പാർക്കിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണിക്കും. ആ ചുമന്ന കണ്ണു വളരെ ശക്തിയോടെ പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ കയറി അത് കറുത്ത കണ്ണുമായിട്ട് യോജിച്ചാൽ പിന്നീട് അതിനെ ഒരിക്കലും നിർത്താൻ കഴിയില്ല. സ്റ്റെപ്പിംഗ് സോണിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നശിപ്പിക്കാൻ കഴിയൂ. സോണിലുള്ള എല്ലാ ആൾക്കാരെയും നമുക്കറിയില്ല, പക്ഷെ അവസാനത്തെ ആളെ നമുക്കറിയാം. അത് ആ മന്ത്രശക്തിയുള്ള വെർജിനായിട്ടുള്ള പെണ്ണാണ്. നീ എത്രയും വേഗം ആ കണ്ണ് അവളുടെ ബോഡിയിൽ കയറുന്നതിന് മുമ്പ് നശിപ്പിക്കണം, അവളെ കൊല്ലണമെന്ന് അദ്ദേഹം പാർക്കിനോട് പറയും. അങ്ങനെ പാർക്ക് ഇതിനു വേണ്ടി റെഡിയാകും. അവനിത് ഡ്രോ തുറക്കുന്നതായി കാണിക്കും. അവിടെ ഒരു ജപമാലയും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ ഫോട്ടോയുടെ പുറകിൽ ഒരു അഡ്രസ്സും, കൂടാതെ അവൻ ഒരു ബ്ലഡ് പറ്റിയ ഷർട്ടും അതോടൊപ്പം തന്നെ അവിടുന്ന് ഒരു ലെറ്ററും എടുക്കുന്നതായി കാണിക്കും. പിറ്റേ ദിവസം രാവിലെ ചിയോങ്ങും പാർക്കും യാത്ര തുടങ്ങും. പോകുന്ന വഴി പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളും അതോടൊപ്പം തന്നെ ഒരു കോടാലിയും പാർക്ക് വാങ്ങും. യാത്രയ്ക്കിടയിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുന്ന ടൈമിലാണ് ചിയോങ്ങിൻ്റെ കാലിലെ ഷൂ പാർക്ക് കാണുന്നത്. ഇത് കണ്ട പാർക്ക് അവനൊരു പുതിയ ഷൂ വാങ്ങിക്കൊടുക്കും. ഷൂ കിട്ടിയതോടെ ചിയോങ് നല്ല ഹാപ്പിയായിരുന്നു. സന്തോഷത്തിൽ ചിയോങ് പാർക്കിനോട് നന്ദി പറയുകയും ചെയ്യും. പക്ഷേ പെട്ടെന്നാണ് അവൻ ഓർക്കുന്നത് അവൻ മൗനവ്രതത്തിലാണെന്നുള്ള കാര്യം. പിന്നീട് രണ്ടുപേരും വീണ്ടും യാത്ര തുടങ്ങും. ആ ടൈമിലാണ് ആ ലേഡി ഡെഡായ വിഷയം വാർത്തയിൽ കാണിക്കുന്നത്. പാർക്ക് ചിയോങ്ങിന് പൈസ കൊടുത്ത ശേഷം അവനോട് പൊക്കോളാൻ പറയും. ചിയോങ് പറയും അദ്ദേഹം പറഞ്ഞത് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണെന്ന്. അങ്ങനെ രണ്ടുപേരും വീണ്ടും അന്വേഷണം തുടങ്ങും. അങ്ങനെ രാത്രിയുമാകും. ആ ടൈമിലാണ് പാർക്കിനെ ഒരാൾ വിളിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്ന പെൺകുട്ടി ഇവിടെ ഇല്ല, അവൾ തേക്കുവിലാണുള്ളത്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ, അങ്ങോട്ടേക്ക് പോയാൽ. അങ്ങനെ പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് രണ്ടുപേരും അവിടുന്ന് പോകും. അവർ പോകുന്നത് നോക്കി ആ പുള്ളി പറയും അങ്ങോട്ടേക്ക് പോയാൽ മരണം ഉറപ്പാണെന്ന്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ പോലീസുകാരെയാണ്. മുമ്പ് കണ്ട ആ ടണലിൽ മറ്റൊരു മരണം കൂടി നടക്കും. ആ ഡെലിവറി ബോയുടെ മേത്തേക്ക് കയറിയ പെണ്ണ് അവിടെ ഡെഡായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ തലയിൽ ഒരു തുളയും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പാർക്കും ചിയോങ്ങും ബസ്സിൽ കയറുന്നതാണ്. വണ്ടിയിൽ വേറെ ആരുമില്ലായിരുന്നു. ചിയോങ് അടുത്തിരിക്കുമ്പോൾ പാർക്ക് അവിടുന്ന് മാറിയിരിക്കാൻ പറയും. ചിയോങ് ആണെങ്കിലോ ഇതാണ് എൻ്റെ സീറ്റ് എന്ന് പറഞ്ഞ് ടിക്കറ്റും എടുത്ത് കാണിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് മഴയത്തൊരു പെൺകുട്ടി കുടയും പിടിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. ഇവിടെ വെറച്ചിനായ പെണ്ണാണെങ്കിലോ ചിയോങ്ങിൻ്റെ കയ്യിൽ നിന്നെടുത്ത പെട്ടിയും നോക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിലൊരു മിന്നൽ വെട്ടുമ്പോഴാണ് ബാഗിലൊരു പെണ്ണുകൂടി നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നത്.
അങ്ങനെ ഈ ഒരു സീനോടുകൂടി നമ്മുടെ മൂവിയുടെ ആദ്യത്തെ പാർട്ട് ഇവിടെ തീരുവാണ്. അപ്പം നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കാണാം.